4 വർഷത്തിന് ശേഷം ഇഷയും ഞാനുമായി വീട്ടിലേക്ക് തിരിച്ചെത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഓരോന്നും തിരിച്ചറിഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം ഒരു സംഭവം നടന്നു. അതെന്ത്, ഞാൻ ആര്, ഞാൻ എന്തായിരുന്നുവെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി. ആ ദിവസം വീണ്ടും എന്തൊക്കെയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുടിക്കാതെ കുടിച്ചവനെ പോലെയായി ഞാൻ. എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ജീവിക്കേണ്ടവൻ ഏതും തരണം ചെയ്യണം. മനസ്സിൽ കാണാത്തത് പലതും. ശരവണൻ, എന്തുപറ്റി ശരവണ? എൻ്റെ മോളെ കാണുന്നില്ല. തട്ടിക്കൊണ്ടുപോയി. 24 മണിക്കൂറായി. ഒരു വിവരവും കിട്ടിയിട്ടില്ല. പണത്തിന് വേണ്ടിയല്ലെന്ന് മനസ്സിലായി. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ തിരക്കുന്നുമുണ്ട്. പക്ഷേ ഇന്ന് 2 ദിവസമായി. എനിക്ക് പേടിയാകുന്നത്. നീ തിരിച്ചു വന്നതായി ഞാൻ അറിഞ്ഞു. നിന്നോട് പറയണമെന്ന് തോന്നി. നിനക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറയൂ സത്യ. പേര് നിരഞ്ജന അല്ലേ? അവൾക്ക് 15 വയസ്സ്, റൈറ്റ്? ഏയ്, പാലക്കാട് സ്റ്റേഷൻ. കോയമ്പത്തൂർ ട്രെയിനിൽ പോകാൻ വേണ്ടി അകത്തേക്ക് കയറിപ്പോയി. നല്ല തിരക്കായിരുന്നു സത്യ. ഞങ്ങൾ 2 പേരും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇളയ മോള് മുമ്പിലുണ്ടായിരുന്നു. സമയദോഷം. ടാക്സി ഡ്രൈവറോട് കൂലി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നിങ്ങളെ കാണുന്നില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് സത്യ. പോലീസുകാരോട് കംപ്ലൈൻറ്റ് ചെയ്ത് അവിടെ മുഴുവനും തിരക്കി. ആ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും. അവളുടെ പേര് ഉറക്കെ വിളിച്ചു ഞാൻ. അവളെ കണ്ടില്ല സത്യ. പോലീസ് ഓഫീസർ ആരാ? ACP ജോൺ അമൽനാഥ്. നിനക്കറിയാമോ? ചോദിച്ചു നോക്കാം. 1-2 പേരെ വിളിച്ചു നോക്കട്ടെ. സത്യ, നീ ഉപേക്ഷ വിചാരിക്കരുത്. എടാ, നീ ആരാണ്? നീ അവളെ കണ്ടുപിടിക്കുന്ന എനിക്കറിയാമടാ. സഹായിക്ക് പ്ലീസ് സത്യ, പ്ലീസ്. നിരഞ്ജനയ്ക്ക് എന്താ പറ്റിയേ? കണ്ടുപിടിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? 4 വർഷം ഞാൻ തിരിഞ്ഞു നോക്കാത്ത ലോകത്തിലേക്ക് വീണ്ടും പോവുകയാണ്. എൻ്റെ ഇഷ്ടമോൾക്കായിട്ട് അവളെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നി. പെട്ടെന്നൊരു ദിവസം ഞാൻ പോലീസ് ഓഫീസർ അല്ലാതെയായി. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളെ കാണാതായപ്പോൾ ആ കുഞ്ഞിനു വേണ്ടി ഞാൻ വീണ്ടും പൊടി തട്ടി ആ പഴയ ഷൂ ഇട്ടു. നമസ്കാരം സാറേ. ഒരു പെൺകുട്ടിയെ തേടി വന്നതാ. എന്താ സാറേ ഇത്? യൂണിഫോമിലുള്ളപ്പോൾ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ കാണിച്ചതാണല്ലോ. അതൊന്നും വേണ്ടാതെ ഇപ്പം അറിയുന്ന പെണ്ണ. പറയൂ സാർ. ആ കുട്ടിയെ ഈ സ്റ്റേഷനിൽ നിന്ന് കാണാതായത്. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ പണി ചെയ്യുന്ന? വൈ എന്ന് വെച്ചാ വൈ ദിസ് കൊലവറി ഡീൽ. വളരെ മോശമായ ഒരാൾ. പൊക്കുന്നതൊക്കെ അവനാ. ഒരു നല്ല പോലീസുകാരനറിയാം എങ്ങോട്ട് പോകണം, ആരോട് ചോദിക്കണമെന്ന്. സോറി, ഒരു നല്ല എക്സ് പോലീസുകാരനറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. വൈ ദിസ് കൊലവറി ഡീൽ? ചത്തു അവൻ. അന്വേഷിച്ചോണ്ടിരിക്കുക. അവൻ തന്നെ ആയിരിക്കും. എവിടെ കിട്ടും അവനെ? അവന് നിന്നെയാണോ വേണ്ടത് അതോ എന്നെയാണോ വേണ്ടതെന്ന് അറിയില്ലല്ലോടി. ആരുടെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കും? ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ. സ്വാമി, വേഗം വന്ന് വിളിച്ചോണ്ടുപോയി പണ്ടാരത്തിന്. നാളെയോ? അതോ താൻ പൊല്ലാപ്പുണ്ടാകല്ലേ? ഫോറന്റിലെ ലാസ്റ്റ് ബെഞ്ചിൽ ബ്ലൂ ജീൻസ്, കാവി കളർ ഷർട്ട്, കഴുത്തിൽ ചുവന്ന കയറ്, കൂടെ മാമനെ പോലൊരുത്തൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ ഫോണിൽ എന്തൊക്കെയോ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്താണെന്നറിയാൻ ട്രൈ ചെയ്ത് നോക്കി. ഫോട്ടോ പോലെ തോന്നി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഫോണ് ചൈന സെറ്റാന്ന് മനസ്സിലായി. ഇതെന്ത് ലുക്കാടോ? ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല.
നീ തന്നെ കാണിച്ചു കൊടുക്കും. സാർ ബുൾസാ റെഡിയായി. പെപ്പർ സാൾട്ട് ഇട്ടെ. സാൾട്ട് ആൻഡ് പെപ്പർ ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ആക്ഷൻ നോക്കിയാ മതി. ഞാനിവിടെ അടുത്തുള്ള കെട്ടിടത്തിലെ വാച്ച്മാനാ. ഇവിടെ എന്നും അടിയും ബഹളവാ. എല്ലാം കള്ള പന്നികളാ. പ്രശ്നമില്ലാത്ത ഒരു ദിവസം പോലും ഈ ബാറിൽ ഉണ്ടായിട്ടില്ല. അനിയ അനിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണവർറാ. ഇവനെ നീ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ? ആ പെണ്ണെവിടെയെന്ന്? അയ്യോ എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം നീ വിചാരിച്ച പോലും നടക്കില്ല. ഇനി ഒരിക്കലും നീ ഇത് ചെയ്യാനും പാടില്ല. ആരും ചെയ്യരുത്. അടുത്ത ഷൂട്ടിൽ നിന്റെ തലച്ചോറ് ചിതറും. അതിനു മുമ്പ് ആ പെണ്ണെവിടെയെന്ന് പറ. വെറുതെ വിട്ടേക്കാൻ ഞാൻ. സത്യം പറയടാ. നിങ്ങളെ മിനിഞ്ഞാന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. കണ്ണൻ എന്നൊരാൾ എനിക്ക് ഫോൺ ചെയ്തു. അവന്മാര് ഇന്നലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തോണ്ട് പോയി. 2 മിനിറ്റ് മുമ്പ് ഒരു വെള്ള BMW കാറില് ആ പെൺകുട്ടി അവർ കടത്തിക്കൊണ്ട് പോയത്. എന്തിനാടാ ബ്ലഡ് ടെസ്റ്റ് എടുത്തേ? ഹൃദയത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, അതോ ലിവറിന് വേണ്ടിയാണെന്ന് അറിയില്ല. അവര് ഓപ്പറേഷൻ ചെയ്ത് എടുക്കും. റിച്ചാർഡ്, നന്ദനം കോട്ട് കോളനി ഒരുത്തനെ ശരിക്കും അടിച്ചു, മറ്റൊരുത്തനെ വെടിവെച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവന്മാരുടെ ഡെഡ് ബോഡി ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൾക്കാരോട് വന്ന് കൊണ്ടുപോകാൻ പറ. ഓക്കെ. സാർ കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിംഗ്. കൊച്ചുറങ്ങിയെന്ന്. നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ? നന്ദനത്തിൽ നിന്ന്. ഫാമിലി കൂടെ ഉണ്ടോ? വീട് എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെയാ, ബസ് സ്റ്റാൻഡ് റോഡ്. സാർ ഒരു വൈറ്റ് BMW 86 ഇതിൽ പോയില്ലേ? ഇതിലേ പോയോ സാറേ? നേരെ. താങ്ക് യു. ഇലങ്കോപൻ, ലേറ്റായി പോയത് ക്ഷമിക്കണം. വിമൻസ് കോളേജിൻ്റെ അവിടെ വരാൻ പറ്റുമോ? ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ യൂ ടേൺ എടുത്താൽ മതി. റോങ് സൈഡിൽ വന്നാൽ മതി. വേഗം പാ പ്ലീസ്. ഓക്കെ സാർ. ഇളങ്കോപൻ, ആ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവളെ ആരെ തട്ടിക്കൊണ്ടു പോയതാ. ഏതോ മരുന്ന് കൊടുത്ത് ഉറക്കിയതാന്ന് തോന്നുന്നു. കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ശരി സാർ, ഞാൻ നോക്കാം. പ്ലീസ്. റിച്ചാർഡ്, നിങ്ങളുടെ ടീം 117 രാധാകൃഷ്ണൻ സ്ട്രീറ്റ് കടന്നു വരണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഷുവർ സത്യ.
വിക്ടറിനെ അന്ന് വീണ്ടും കണ്ടു. വിശ്വസിക്കാനായില്ല. ഇതിൻ്റെ പിന്നിൽ അവൻ മാത്രമായിരുന്നില്ല, വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നേരെ പോയാൽ മതി. എന്തിനാ എഴുന്നേറ്റിരിക്കുന്നേ? കിടന്നുറങ്ങാൻ നോക്ക്. എന്തോ കൊടുത്ത? ബെൻസോഡൈസിപ്പിൻ കൊടുത്ത 1 മണിക്കൂറായി. ചെറുതാ കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ കൊടുക്ക്. അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ. ഇൻട്രാബീനസ് പ്രൊപ്പഫോളിന് വേണ്ടി റെഡി ചെയ്യും. ഹാർട്ട് ട്രീറ്റ്മെന്റ്. വാമേ, അകത്തേക്ക് വാ. എന്തു പറ്റി? ഇന്നാണെന്നല്ലേ പറഞ്ഞേ? സാറിനോട് പറഞ്ഞു, എന്തായാലും നോക്കിയിട്ട് വരാൻ പറഞ്ഞതാ. അല്ല, അത് പെട്ടെന്നൊരു മാച്ച് കിട്ടി. ഇന്നലെ രാത്രിയിലാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. അദ്ദേഹത്തിനോട് വരാൻ പറ. ഇവളെ കണ്ടിട്ട് 15 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ഇത് ശരിയാകൂ? മറ്റേ പെണ്ണ് 3 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ. അവള് തന്നെ US നിന്ന് വരുന്ന 28 വയസ്സുള്ള പെണ്ണ്. വെയിറ്റ് ചെയ്ത് നമുക്ക് പിടിക്കാം. ഒരാഴ്ച സമയമുണ്ടല്ലോ. അത് ഫ്ലൈറ്റ് കയറിയില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വരണം, അവളെ പൊക്കണം, പണിയുണ്ടേ. അവള് വരുന്ന വഴിക്ക് ദുബായിൽ നിന്നെങ്കിലും പൊക്കാന്നാണല്ലോ വിക്ടർ പറഞ്ഞത്. അവിടെ വെച്ച് നടത്താന്നാ പറഞ്ഞ. സാറിന് ദുബായ് സ്വന്തം വീട്ടിലെ പൂന്തോട്ടം പോലെയല്ലേ. അതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ലെന്നാ എന്റെ അഭിപ്രായം. ആ പെണ്ണ് കൈ കിട്ടിയതാണെന്നേ, രക്ഷപ്പെട്ടു. കുഴപ്പമില്ലെന്നേ. വിക്ടർ അത് തന്നെയാ ഫീൽ ചെയ്യുന്നത്. ഡോക്ടർ സമ്മതിച്ചോ? അല്ല, ഡോക്ടർ എവിടെ? ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും അസംബ്ലി ചെയ്യൂ. വിക്ടർ എല്ലാവരോടും വരാൻ പറഞ്ഞ്. 3 ഫോറിൻ ഡോക്ടേഴ്സ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഒരാള്, അനസ്തീഷ്യ കൊടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവരൊക്കെ വരേണ്ട ആവശ്യമുണ്ട്. സാറിന് വേണ്ടെന്നാ പറഞ്ഞേ. നീ എന്ത് വേണേലും ചെയ്തോ. വേണമെങ്കിൽ എല്ലായിടത്തേക്ക്. എന്നും ചെയ്യുന്നതല്ലേ. ഈ പെണ്ണ് തന്നെ മതിയെന്നേ. കറക്റ്റ് മാച്ചിങ്. എന്ന് അങ്ങനെ ചെയ്യാല്ലേ? വരാൻ പറ, എല്ലാം തീർത്തേക്കാം. ഹലോ ഡോക്ടർ, റെഡി ആക്കിക്കോ. ഒരു ഹൃദയം പാഴ്സൽ. എല്ലാം റെഡിയാണ് സാർ. And that's when all hell broke loose. ആരാ? ഡോക്ടർ. ആ പേര്? പേര് സത്യ. വിക്ടറിനെ അറിയാം. ID? ID ഇല്ല, വീട്ടിൽ വെച്ച് മറന്നു. എനിക്കവരെ നന്നായി അറിയാം. ഹാർട്ട് സർജൻ, ഡോക്ടറാണ്. മുകളിലെല്ലാം റെഡിയാണെന്നും പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നും വിക്ടർ പറഞ്ഞു. വിക്ടറിന് ഫോൺ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്. ഒരുപക്ഷെ അവൻ ആ സമയത്ത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. ഇവിടുന്ന് നേരെ എന്ന് മേലോട്ട് പോയാൽ മതി. ആരാത്? ഡോക്ടറാന്നാ പറഞ്ഞേ. ഡോക്ടർ അല്ലടാ, പോലീസാ. പോലീസോ? പക്ഷെ പ്രശ്നമായി. ആരുടെ നീ? തോക്ക് ഷൂട്ട് ചെയ്താ. ഷൂട്ട് ചെയ്തു. ഇവൻ പോലീസ് എന്നാ തോന്നേ. ഇത് ഞാൻ നോക്കിയോളാം. ഒരടിയെടുത്ത് വെച്ചാ ഇതിനാണോ നീ ഡോക്ടറായത്?
എല്ലായിടത്തും മാറ്റ. ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ പോവാ.